ഗായിക നഞ്ചിയമ്മയുടെ കുടുംബഭൂമി സംബന്ധിച്ച വിഷയത്തിൽ അട്ടപ്പാടി ട്രൈബൽ താലൂക്ക് തഹസിൽദാർ വിളിച്ച യോഗം ഇന്നാണ്. അട്ടപ്പാടി മിനി സിവിൽ സ്റ്റേഷനിൽ വെച്ചാണ് യോഗം ചേരുന്നത്. നഞ്ചിയമ്മയെയും ബന്ധുക്കളെയും എതിർകക്ഷികളെയും യോഗത്തിലേക്ക് തഹസിൽദാർ ക്ഷണിച്ചിട്ടുണ്ട്. നഞ്ചിയമ്മയുടെ കുടുംബത്തിന് അവകാശപ്പെട്ട ഭൂമി തിരിച്ചുപിടിക്കുന്നത് സർക്കാർ നടപടിയെടുക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ഇന്നലെ റിപ്പോർട്ടിലൂടെ അറിയിച്ചിരുന്നു. ഇക്ബാൽ അറക്കൽ, നമ്മൾ സാധാരണ 100 സിംഹാസനങ്ങൾ എന്ന പുസ്തകത്തിൽ പറയുന്നത് പോലെ ഒരു ഭാഗത്ത് വളരെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആദിവാസി കുടുംബങ്ങളും മറുഭാഗത്ത് ഈ കയ്യേറാൻ കൂടുതൽ പ്രാമാണ്യമുള്ള പ്രമാണികളുമൊക്കെ എത്തിയാൽ നീതി അവിടെ നിഷേധിക്കപ്പെട്ടു എന്നാണ്. ഇന്നിപ്പോൾ വക്കീലിന്റെ സാന്നിധ്യത്തിലായിരിക്കുമോ നഞ്ചിയമ്മ പോവുക മിനി സിവിൽ സ്റ്റേഷനിൽ? കാരണം ഈ നഞ്ചിയമ്മയ്ക്ക് കോടതി ഉത്തരവുകളോ ഈ നൂലാമാലകളോ ഒന്നും അറിയില്ല. ഇത് മുതലെടുത്താണ് ഈ വലിയ രീതിയിലുള്ള പറ്റിക്കൽ അവിടെ നടന്നിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നെങ്കിലും തഹസിൽദാർ ഈ നഞ്ചിയമ്മയുടെ ഭാഗത്ത് നിന്നുകൊണ്ടൊരു നിലപാടെടുക്കുമോ ഇക്ബാൽ അറക്കൽ? അരുൺകുമാർ, അട്ടപ്പാടിയിലെ ഈ ആദിവാസികളുടെ സാഹചര്യം വളരെ ദുഃഖകരമാണ്. ഒരുപാട് ആളുകൾക്ക് അട്ടപ്പാടിയിൽ ഒരുപാട് ആദിവാസികൾക്ക് സ്വന്തമായി ഭൂമിയുണ്ട്. പക്ഷേ അവർക്കൊന്നും നിലവിൽ ഇതിൻ്റെ ഉടമസ്ഥാവകാശം നിലവിൽ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നഞ്ചിയമ്മയുടെ അതുപോലെ തന്നെ നഞ്ചിയമ്മയുടെ കുടുംബത്തിനെയും എല്ലാം അവസ്ഥ അത്ര രീതിയിലാണ്. 1962 നഞ്ചിയമ്മയുടെ ഭർത്താവിൻ്റെ അച്ഛനായ നാഗമൂപ്പിൻ്റെ ഭൂമി ഈ അട്ടപ്പാടി അടക്കി വാണിരുന്ന ഒരു ജന്മിയായ കന്ദസ്വാമി ബോയൻ എന്ന് പറഞ്ഞ വ്യക്തി തട്ടിയെടുത്തത്. ഈ വിവരം നഞ്ചിയമ്മയുടെ കുടുംബം അറിയുന്നത് തന്നെ 87-ലാണ്. 95-ൽ ഇവർ പിന്നീട് ഒരു നിയമ പോരാട്ടം നടത്തി ആ ഭൂമി തിരിച്ചെടുത്തു. പക്ഷേ ഇതിന് ശേഷമാണ് ഭൂമാഫികൾ ഈ ഭൂമിയിൽ പിടിമുറുക്കിയത്. KV മാത്യു അതുപോലെ തന്നെ ജോസഫ് കുര്യൻ പറയുന്ന ആളുകളെല്ലാം പിന്നീട് ഈ ഭൂമിയിൽ ഉടമസ്ഥാവകാശം അവകാശപ്പെട്ടുകൊണ്ട് രംഗത്തെത്തുകയായിരുന്നു. നഞ്ചിയമ്മ തന്നെ പറയുന്നത് ഇതിനെല്ലാം ഒത്താശ ചെയ്തു നൽകുന്നത് അട്ടപ്പാടിയിലെ റവന്യൂ ഉദ്യോഗസ്ഥരും ഈ തഹസിൽദാരും എല്ലാമാണെന്നാണ്. നഞ്ചിയമ്മയും കുടുംബവും എല്ലാം ഈ ഭൂമിയുടെ മേൽ നികുതി അടക്കാൻ വേണ്ടി വില്ലേജ് ഓഫീസിലേക്കും താലൂക്ക് ഓഫീസിലേക്കും പോകുമ്പോൾ അവർക്ക് നികുതി അടച്ചു നൽകില്ല. പകരം ഈ KV മാത്യുവും ഈ ജോസഫ് കുര്യൻ്റെയും പേരിലെല്ലാം ഈ നികുതി അടച്ചതിൻ്റെ രസീതുകളുണ്ട്. ഇതെല്ലാം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് സർക്കാർ കൃത്യമായി പരിശോധിക്കണമെന്നാണ് നഞ്ചിയമ്മയുടെ ആവശ്യം. ഏതായാലും നഞ്ചിയമ്മയ്ക്ക് അനുകൂലമായി 2023-ൽ തന്നെ TLA കേസ് വിധിയായതാണ്. ഈ ഭൂമി എത്രയും പെട്ടെന്ന് തിരിച്ചു പിടിച്ചു നൽകാൻ വേണ്ടി പാലക്കാട് ജില്ലാ കളക്ടറും ഉത്തരവിട്ടതാണ്. പക്ഷേ റവന്യൂ ഉദ്യോഗസ്ഥർ, തഹസിൽദാർ എന്നീ ഉദ്യോഗസ്ഥരാരും ഇതിനായുള്ള ശ്രമങ്ങൾ ഇനി ഇന്ന് നടക്കുന്ന യോഗത്തിൽ തഹസിൽദാർ നഞ്ചിയമ്മയ്ക്ക് അനുകൂലമായി വിധിച്ചില്ലെങ്കിൽ ഇതിൽ ചില കാര്യങ്ങൾ കൂടി നമ്മൾ പ്രേക്ഷകരെ അറിയിക്കും. ഇക്ബാൽ അറക്കൽ, എനിക്കൊന്ന് വരുന്ന മണിക്കൂറുകളിൽ നമുക്കത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാവുന്നതാണ് എന്ന് തോന്നുന്നു. ചില തഹസിൽദാർമാർ, നമ്മൾ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, തുറന്നു തന്നെ നമ്മളങ്ങ് പറയുക, ഈ ആദിവാസി കുടുംബങ്ങളുടെ ഭൂമി ഈ വ്യാജ പട്ടയം ചമച്ച് മാഫിയയ്ക്ക് മറിച്ചു കൊടുക്കുന്നതിൽ വലിയ താല്പര്യമുള്ളവരാണ്. ഈ തഹസിൽദാർമാർക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണെന്നറിയാമോ? പണം ആവശ്യമുണ്ട്, പിന്നെ പെൺകുട്ടികളെയും ആവശ്യമുണ്ട് എന്നാണ് ചില ആളുകൾ പറഞ്ഞത്. ഇതിലെ ചില കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എന്തായാലും നഞ്ചിയമ്മയ്ക്കും ഒപ്പം തന്നെ ഈ ആദിവാസി കുടുംബങ്ങൾക്കും അവരുടെ അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചു പിടിച്ചു കൊടുക്കാൻ, ഈ മാഫിയക്കെതിരെ ശക്തമായ നിലപാടെടുക്കാൻ തഹസിൽദാർമാർ ഇനി ഏതെങ്കിലും തരത്തിൽ വൈകിയാൽ അതിനെതിരെയുള്ള ശക്തമായ നടപടികളുമായി റിപ്പോർട്ടർ TV മുന്നോട്ട് പോകും.